വെൽക്കം ടു ജസീസ് കിച്ചൺ. ജസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ചെറുപയർ വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. ഒരു മിച്ചറൊക്കെ പോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് ചെറുപയറാണ്. അത് ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. രാത്രി വെള്ളത്തിലിട്ട് വെച്ചാലും മതി. രാത്രി വെള്ളത്തിലിട്ട് വെച്ചാൽ രാവിലെ നമുക്ക് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് തുടച്ച് കളയണം. അതിന് വേണ്ടിയിട്ട് ഒരു തുണിയിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി ചെറുപയറിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഒരു തുണി വെച്ച് നന്നായിട്ടൊന്ന് തുടച്ച് കളയാം. ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് തുണി വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. ഇനി നമ്മൾ നേരെ തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തുടച്ച് വെച്ചിട്ടുള്ള പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളമൊക്കെ തുടച്ച് കളയുന്നത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഓയിൽ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയൊക്കെ വെച്ചപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പകുതി മാത്രമേ അത് ഉണ്ടാകുള്ളൂ. അപ്പോൾ നന്നായിട്ട് ചുരുങ്ങിപ്പോകും. അപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ ഒന്നായിട്ട് പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരല്പം മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തത് കഴിക്കുമല്ലോ, അത് ആ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. എന്നപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പട്ടാണിക്കടലൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ TV കാണുന്ന സമയത്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന കിറ്റിലൊക്കെ ഇപ്പോൾ ഒരുപാട് ചെറുപയറൊക്കെ ഉണ്ടാകും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്സ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ ചാറ്റ് മസാല പോലത്തെ എന്തെങ്കിലും മസാല ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഒരല്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേറൊരു തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ പുതിയ വീഡിയോസും റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.